ആത്മായനം പരിപാടിയിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ജയചന്ദ്രൻ പനേറ. പ്രിയമുള്ള ഭക്തജനങ്ങളെ, നമ്മൾ ആത്മാവിലൂടെ സഞ്ചരിക്കുമ്പോൾ, ഭക്തിയുടെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മാറ്റം നമുക്ക് തന്നെ വിലയിരുത്താവുന്നതാണ്. ഞാൻ പറഞ്ഞിട്ടുള്ള മന്ത്രങ്ങളും സ്തോത്രങ്ങളുമൊക്കെ വീണ്ടും ആവർത്തിക്കുമ്പോൾ അതുവരെ ഇല്ലാത്ത ഒരു ഭാവവിശേഷം ചിന്തയിലും മനസ്സിലും സമീപനത്തിലും ഒക്കെ ചിരിക്കാൻ മറന്നവരൊക്കെ ചിരിക്കും, ദുഃഖം മനസ്സിൽ നിന്ന് മായും, സ്നേഹിക്കാൻ തുടങ്ങും. ഇതൊക്കെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ നമ്മൾ ഒരു മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക. മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രം, വിഷ്ണു എന്ന വാക്കിനർത്ഥം ഊർജമെന്നാണ്. നമ്മളെ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ ത്രിമൂർത്തികൾ, അതിൽ ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നു, വിഷ്ണു ഭഗവാൻ അതിനെ നിലനിർത്തുന്നു, ശിവഭഗവാൻ അതിനെ സംഹരിക്കുന്നു. അപ്പോഴിവിടെ സ്ഥിതി ചെയ്യുന്നത്, ഇവിടെ സർവ്വതിൻ്റെയും നിലനിൽപ്പ് എന്ന് പറയുന്നത് വിഷ്ണുവാണ്. ഇവിടെ തന്നെയാണ് വിഷ്ണു ഊർജം. ആ ഊർജം തന്നെയാണ് അന്നമെന്നും പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആഹാരം കഴിക്കാനൊക്കെ എടുക്കുമ്പോൾ ഇപ്പം അങ്ങനെയൊന്നുമില്ല മഹാഭൂരിപക്ഷത്തിനും. ഇപ്പം കഴിക്കുന്നത് തന്നെ ഇടതു സൈഡിലും മൊബൈലും പിടിച്ചുകൊണ്ടാണ്. ഒരു 2-3 അരി വറ്റെടുത്ത് മുമ്പിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ട് ആഹാരം കഴിക്കുന്നവർ നല്ലൊരു ശതമാനം ഇപ്പോഴും ഉണ്ട്. കാരണം നമ്മുടെ ഊർജത്തിനെ ഉപാസിച്ചുകൊണ്ട്, വിഷ്ണുവിനെ ഉപാസിച്ചുകൊണ്ടാണ്. ഈ വിഷ്ണു ഭഗവാന് 10 അവതാരങ്ങളാണ്. ഈ പ്രപഞ്ചത്തിനെ നിലനിർത്തുന്നതിന് വേണ്ടി അദ്ദേഹം 10 അവതാരങ്ങളെടുത്തു. ആ 10 അവതാരങ്ങൾ എടുക്കുമ്പോൾ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനം, രാമോ രാമ രാമച്ച കൃഷ്ണ കൽക്കി ജനാർദ്ദന. എന്തിനാ ഈ അവതാരങ്ങൾ എടുത്തത്? ഓരോ അവതാരത്തിൻ്റെയും അത് പിന്നീട് ആ ഓരോ അവതാരത്തിനെ കുറിച്ച് ഞാൻ പ്രതിപാദിക്കുന്നതാണ്. ആ ഓരോ അവതാരവും നമ്മളിങ്ങനെ കേട്ടുപിടിച്ചിട്ടേ ഉള്ളൂ. 10 അവതാരം. എന്തിനാ ഈ അവതാരം എടുത്തത്? ഒരു വലിയ ധർമ്മം. ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് വല്ലാതായപ്പോൾ അതിനെ നിലനിർത്താൻ വേണ്ടിയാണ്. ഞാൻ ആ ഒരു കാര്യം മാത്രം പറയാം. മത്സ്യാവതാരം, മത്സ്യമായി മാറി ഭഗവാൻ. എന്താ കാര്യമെന്നറിയോ? നമ്മുടെ വേദങ്ങളും ഉപനിഷത്തുകളും സർവജ്ഞാനഗ്രന്ഥങ്ങളും ഹയഗ്രീവൻ എന്ന് പറയുന്ന ഒരു അസുരം വന്ന് മോഷ്ടിച്ച് സമുദ്രത്തിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോയി. അത് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ഇവിടെ പ്രകാശമില്ല, ഇവിടെ വേദമില്ല, അറിവില്ല, ജ്ഞാനമില്ല, ചൈതന്യമില്ല, ഒന്നുമില്ല. എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു? സാക്ഷാൽ പരമശിവനും ബ്രഹ്മാവും ദേവഗണങ്ങളും ഒക്കെ ചെന്ന് മഹാവിഷ്ണുവിൻ്റെ അടുത്ത് ചെന്നു. നിങ്ങൾ മഹാവിഷ്ണുവിൻ്റെ നമ്മൾ കാണുന്ന ചിത്രം ഒന്ന് ശ്രദ്ധിക്കണം. മഹാവിഷ്ണുവിന് ഒരിക്കൽ പോലും ദേഷ്യമില്ല. മഹാവിഷ്ണു എപ്പോഴും നാരായണൻ എന്ന വാക്കിനർത്ഥം തന്നെ നാരം, വെള്ളം. നാരത്തിൽ അയനം കൊള്ളുന്നവൻ നാരായണൻ. ആ അയനം കൊള്ളുമ്പോഴും അനന്ത ഭഗവാന്റെ മുകളിൽ ഇങ്ങനെ ശ്രീപത്മനാഭനെയൊക്കെ ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. ആ ശ്രീപത്മനാഭനെ അവിടെ ആ ഭഗവാൻ ഇങ്ങനെ കിടക്കുമ്പോഴും അപ്പോഴും പുഞ്ചിരിയാണ്. അവിടെ ഒന്നും അങ്ങോട്ട് ബാധിക്കില്ല. അങ്ങനെ നാരായണൻ്റെ അടുത്ത് ഇവരെല്ലാം കൂടെ ചെന്ന് പറഞ്ഞു, ഏതോ മനുഷ്യത്വം ശാസ്ത്രഗ്രന്ഥങ്ങളും നമ്മുടെ പുണ്യഗ്രന്ഥങ്ങളും എല്ലാം ഹയഗ്രീവൻ എന്ന് പറയുന്ന അസുരൻ കടലിൻ്റെ അടിയിൽ കൊണ്ടുപോയി, ഇനി എന്താ ചെയ്യുക എന്ന് ചോദിച്ചു. കുഴപ്പമില്ല, ഞാനതിന് പരിഹാരം ഉണ്ടാക്കാം. അങ്ങനെ അദ്ദേഹം മത്സ്യാവതാരത്തിലെടുത്തു. മത്സ്യാവതാരം കൈക്കൊണ്ടിട്ട്, മത്സ്യമാകുമ്പോൾ കടലിൻ്റെ അടിയിൽ പോകാമല്ലോ, എവിടെയൊക്കെ പോകാമോ അവിടെയൊക്കെ പോകാമല്ലോ മത്സ്യത്തിന്. അങ്ങനെ മത്സ്യാവതാരം എടുത്തു, ചെന്നു ഹയഗ്രീവൻ്റെ കയ്യിൽ നിന്ന് ഹയഗ്രീവനെ അമർച്ച ചെയ്ത് ആ വേദങ്ങൾ സർവ്വ ജ്ഞാനഗ്രന്ഥങ്ങളും തിരിച്ചു കൊണ്ടുവന്നു. ഇതിനാണ് മത്സ്യാവതാരം എടുത്തത്. ഇങ്ങനെ ഓരോ അവതാരത്തിനെ കുറിച്ചും പിന്നാലെ പ്രതിപാദിക്കുന്നതാണ്. അപ്പോൾ ആ മഹാവിഷ്ണു എന്ന് പറയുന്നത് ഇവിടെ ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നു, ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്നാണ്. ധർമ്മ പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃത ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. എൻ്റെ ഭക്തജനങ്ങളെ ഏതെങ്കിലും തരത്തിൽ വൈഷമ്യപ്പെടുത്താൽ, ദുഷ്കൃതി ചെയ്താൽ അതെനിക്ക് സഹിക്കില്ല. അപ്പോൾ ഞാൻ അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ അവതരിക്കും.
പക്ഷേ ആളുകൾ പറഞ്ഞ് മാറ്റിക്കളഞ്ഞു. എന്താ പറഞ്ഞേ? സംഭവാമി യുഗേ യുഗേ, സംഭവിക്കേണ്ടതൊക്കെ സംഭവിക്കും. എന്തെങ്കിലുമൊക്കെ മൂഢത്തരങ്ങൾ ചെയ്തിട്ട് സംഭവിക്കേണ്ടത് സംഭവിക്കും. അങ്ങനെയല്ല. പരിത്രാണായ സാധൂനാം, സാധു എന്ന് പറഞ്ഞാൽ ഭക്തൻ, പരിത്രാണം രക്ഷിക്കുക. പരിത്രാണായ സാധൂന, എൻ്റെ ഭക്തജനങ്ങളെ രക്ഷിക്കാൻ, അവിടെ ധർമ്മ സംസ്ഥാപനാർത്ഥായ അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ എന്തു ചെയ്യും? സംഭവിക്കേണ്ട സമയത്ത് സംഭവിക്കും, അവതരിക്കും. അപ്പോൾ അത്രയ്ക്ക് സൂക്ഷ്മമായി സർവഭൂതഗണങ്ങളെയും സമീപിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്ന ഭഗവാൻ വിഷ്ണു. ആ വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രത്തിൽ ചെല്ലുന്നു. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോ മന്ത്രങ്ങളാണെന്ന് തിരിച്ചറിയണം. നമ്മളെ അടുത്ത് ശ്രീ ജനാർദ്ദന സ്വാമി ക്ഷേത്രം. ആ ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രം, പാണ്ഡ്യരാജാവിൻ്റെ വാതരോഗം ശമിപ്പിച്ചത് ക്ഷേത്രം. അങ്ങനെ ഇന്നത്തെ ക്ഷേത്ര രൂപത്തിൽ ക്ഷേത്രം പണിഞ്ഞത്. നവപ്രജാപതിമാർ ബ്രഹ്മാവിൻ്റെ ശാപമേറ്റ് അവർക്ക് പുണ്യം കിട്ടാൻ വേണ്ടി വന്ന് യാഗം നടത്തി. നാരദൻ്റെ നിർദ്ദേശപ്രകാരം നാരദൻ്റെ ആ വൽക്കം, നാരദം, ആ വന്നു വീണ ആ വൽക്കം വന്നു വീണ വൽക്കല മനസ്സിലാക്കണം. അതാണ് വർക്കല. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ബ്രഹ്മാവിൻ്റെ ശാപമേറ്റുവാങ്ങിയ 9 പ്രജാപതിമാർ അവർ മനുഷ്യനായി പോകാൻ ശപിച്ചു. എന്ന് ആലോചിക്കുക. മനുഷ്യനാവാൻ ശപിച്ചു എന്ന് പറഞ്ഞാൽ സർവ്വ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ചുകൊള്ളുക. അവിടെയാണ് ഈ ആത്മായനത്തിൻ്റെ പ്രസക്തി. ഭഗവാനിലേക്ക് സഞ്ചരിച്ചാൽ നമ്മുടെ ആ ദുഃഖവും ദുരിതവും ഒക്കെ എന്തു ചെയ്യും? മാറും. അതാണ് ഈ പറയുന്നതിൻ്റെ പ്രസക്തി. ഈ പരിപാടിയുടെയും പ്രസക്തി അതാണ്, ആത്മായനത്തിൻ്റെ പ്രസക്തി. ദുഃഖ ദുരിതങ്ങളിൽ നിന്നും അനാവശ്യമായ ചിന്തകളിൽ നിന്നും ഉത്കണ്ഠയിൽ നിന്നും ഒക്കെ മോചനം നേടാൻ. വല്ലാത്ത മനക്ലേശമുണ്ടായി, സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോണു, മറ്റിടത്ത് പോണു. ഒരാളിനും ഇന്ന് വരെയും പൂർണ്ണമായി തൻ്റെ മനസ്സിനെ കൈവിട്ടിട്ട് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഭഗവാനിലേക്ക്, ഭഗവതിയിലേക്ക്, ദേവിയിലേക്ക് സഞ്ചരിച്ചെങ്കിൽ മാത്രമേ പൂർണ്ണലബ്ധി ഉണ്ടാകൂ എന്നത് ഭക്തൻ്റെ വിശ്വാസമാണ്. അവിടെ ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൽ വർക്കല ചെല്ലുന്നു. ആ ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ജപിക്കേണ്ട മന്ത്രം ഓം ശ്രീ ജനാർദ്ദനായ പരബ്രഹ്മണേ നമ. ഓം ശ്രീ ജനാർദ്ദനായ പരബ്രഹ്മണേ നമ. ഓം ശ്രീ ജനാർദ്ദനായ പരബ്രഹ്മണേ നമ. ഒരു വിഷ്ണു ക്ഷേത്രത്തിലാണ് ചെല്ലുന്നതെങ്കിലോ ഓം വിഷ്ണുവേ നമ, ഓം വിഷ്ണുവേ നമ, ഓം വിഷ്ണുവേ നമ. ഓരോ ഭാവങ്ങൾക്കനുസരിച്ചുമാണ് ഈ വിഷ്ണു ഭഗവാന്റെ സ്വരൂപങ്ങളെ ഓരോ ക്ഷേത്രങ്ങളിലും പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. വർക്കലയിൽ ജനാർദ്ദനൻ, ഇപ്പം പാമ്പറത്ത് ക്ഷേത്രത്തിൽ ചെല്ലുന്നു വിഷ്ണു ഭഗവാൻ. ഇവിടെ അടുത്ത് പെരുമാൾകുന്ന് ക്ഷേത്രമുണ്ട്, പടിഞ്ഞാറോട്ട് ദർശനമാണ്. അവിടെ വിഷ്ണു ഭഗവാൻ വിഷ്ണുവേ നമ. നാരായണന്റെ ക്ഷേത്രത്തിൽ ചെല്ലുന്നു ഓം നാരായണായ നമ. മറക്കരുത്. അപ്പോൾ ഓരോ ക്ഷേത്രത്തിലും അവിടെ ചെല്ലുമ്പോൾ ഓം ശ്രീ പത്മനാഭായ നമ, ഭഗവാനെ ഞാൻ എന്ത് ചെയ്യുന്നു? നമിക്കുന്നു. അപ്പോൾ വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രം ഒന്നുകൂടി പറയാം, വിഷ്ണു സ്വരൂപം വിഷ്ണുവേ നമ. ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൽ ഓം ശ്രീ ജനാർദ്ദനായ പരബ്രഹ്മണേ നമ. നാരായണന്റെ സ്വരൂപ വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഓം നാരായണായ നമ. ഇതിനെ എല്ലാം കൂടി ചേർത്തുകൊണ്ട് ഭക്തജനങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു കാര്യം പറയാം. ഭാഗവതത്തിൽ ഒരു കാര്യമുണ്ട്, എൻ്റെ പേര് നാരായണ കവചം എന്നാണ്. നാരായണൻ്റെ ഒരു ചട്ട ഭക്തജനങ്ങൾ ഇട്ടിരിക്കുന്നു. ആ ചട്ട നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ആർക്കും ബാധിക്കില്ല, ഒന്നും നമ്മളെ ബാധിക്കില്ല. ഭാഗവതത്തിലൊരു കഥയുണ്ട്, അംബരീഷിൻ്റെ കഥ. അംബരീഷ് വളരെ നിതാന്ത ജാഗ്രതയോടുകൂടി ഭഗവാൻ വിഷ്ണുവിനെ ഉപാസിക്കുന്ന ഒരു രാജാവാണ്. ഈ അംബരീഷിനോട് ഇഷ്ടമില്ലാതെ വന്നു. ആർക്കാ? ദുർവാസാവിന്. ദുർവാസാവ് ഈ ശാപത്തിൻ്റെ ഹോൾസെയിൽ ഡീലറാണല്ലോ. അദ്ദേഹം എന്ത് ചെയ്തു? അംബരീഷിനെ ശപിച്ചു, നിരവധി പ്രാവശ്യം ശപിച്ചു. ഒന്നും അങ്ങോട്ട് ഏക്കണില്ല. ദുർവാസാവിൻ്റെ ജീവിതചരിത്രത്തിൽ ആദ്യമാണ് ശപിച്ചിട്ട് ഏക്കാത്തത്. വീണ്ടും വീണ്ടും ശപിച്ചു, രക്ഷയില്ല. എന്താ ഏക്കാത്തതെന്ന് അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത്, നാരായണ കവചം കൃത്യമായി ജപിക്കുന്ന ആളാണ് ആര്? അംബരീഷ്. എന്താ നാരായണ കവചം?
അദ്ദേഹം നാരായണന്റെ മന്ത്രം കൊണ്ടൊരു കുപ്പായം ഇട്ടിരിക്കുന്നു. നമുക്കും ആ കുപ്പായം ഇടാം. നമ്മളും ഉപാസിച്ചാൽ ആ കുപ്പായം ഇടാം. ആ കുപ്പായം ഇതാണ്: ഓം വിഷ്ണുവേ നമ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ. എന്താ എളുപ്പം നോക്കിയേ. ഓം വിഷ്ണുവേ നമ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ, ഓം വിഷ്ണുവേ നമ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ. ഇതാണ് നാരായണ കവചം. ആ നാരായണ കവചം നമ്മൾ എത്ര ഉപാസനയോടുകൂടി ചെല്ലുന്നുവോ അത്രയും നമ്മുടെ ശരീരശക്തി, ആത്മശക്തി, ഒരു ശത്രുവും ഒരു തരത്തിലുള്ള നെഗറ്റീവ് എനർജിയും നമ്മളെ ബാധിക്കില്ല. വിഷ്ണു ക്ഷേത്രത്തിൽ ചെന്ന് ആ കുടികൊള്ളുന്ന, അപ്പം ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൽ ചെല്ലുന്നു, ഓം ശ്രീ ജനാർദ്ദനായ പരബ്രഹ്മണേ എന്ന മൂലമന്ത്രം ജപിക്കുന്നു. എത്ര പ്രദക്ഷിണമാണെന്നറിയാമോ? വിഷ്ണു ക്ഷേത്രത്തിൽ 4 പ്രദക്ഷിണം. മറക്കണ്ട. ശിവഭഗവാൻ അർത്ഥചന്ദ്രാകൃതിയിൽ 3 പ്രദക്ഷിണം, വിനായകന് 1 പ്രദക്ഷിണം, വിഷ്ണു ഭഗവാന് 4 പ്രദക്ഷിണം, ശ്രീകൃഷ്ണ ഭഗവാന് ഗുരുവായൂരമ്പലത്തിൽ പോയാലും 4 പ്രദക്ഷിണം, ശ്രീകൃഷ്ണ ഭഗവാന്റെ അമ്പലത്തിൽ പോയാൽ ഓം ശ്രീകൃഷ്ണായ നമ മൂലമന്ത്രം. ഓം ശ്രീകൃഷ്ണായ നമ, ഓം ശ്രീകൃഷ്ണായ നമ, ഓം ശ്രീകൃഷ്ണായ നമ. ഞാൻ ഇതോടൊപ്പം ചേർത്ത് പറയുന്നു: ഓം ശ്രീകൃഷ്ണായ നമ. കൃഷ്ണ എന്ന വാക്കിനർത്ഥം കൃഷ് എന്നാൽ ആനന്ദം. ആനന്ദം, നം ഐശ്വര്യം. കൃഷ് ആനന്ദത്തിനെ, ഐശ്വര്യത്തിനെ ഉഴുതു തരുന്നതാരോ അതാണ് കൃഷ്ണൻ. മനസ്സിലാക്കണം. ഓം കൃഷ്ണായ നമ. എന്ത് തരണം എനിക്ക്? ആനന്ദം തരണം. ആനന്ദം എന്ന് പറഞ്ഞാൽ ശരീരനിബദ്ധമായ ആനന്ദമല്ല, പിന്നെയോ ഒരു ബാധ്യതയുമില്ലാത്ത ആനന്ദം. ആത്മാവിനെന്ത് തരണം? സമചിത്തത തരണം, ആനന്ദം തരണം. എൻ്റെ ആത്മാവ് കൊണ്ട്, എൻ്റെ ചിന്ത കൊണ്ട് എനിക്കൊരു ബാധ്യതയും ഉണ്ടാവരുത്. നമ്മൾ തെറ്റായി ചിന്തിച്ച് ആത്മാവിന് പ്രഷർ കൊടുത്തിട്ട് ആത്മാവ് നമ്മുടെ ശരീരത്തിൻ്റെ കെട്ടഴിച്ചു വിട്ടിട്ട് ആത്മാവ് സ്ഥലം വിടും, മരണം. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും എത്ര പ്രദക്ഷിണം? 4 പ്രദക്ഷിണം. കൃഷ്ണസ്വാമിയുടെ മൂലമന്ത്രം ഓം കൃഷ്ണായ നമ, ഓം കൃഷ്ണായ നമ, ഓം കൃഷ്ണായ നമ. വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ ഓം വിഷ്ണുവേ നമ. നാരായണ ഭാവം കുടികൊള്ളുന്നതാണെങ്കിൽ, എല്ലാം ഒന്നാണെങ്കിലും പ്രതിഷ്ഠ വെവ്വേറെ ഉണ്ട്. അതുകൊണ്ടാണ് ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓം ശ്രീ ജനാർദ്ദനായ പരബ്രഹ്മണേ നമ എന്ന് ചൊല്ലേണ്ടി വരുന്നത്. അവിടെ ഓരോ സ്ഥലത്തും ആ ഭാവവ്യത്യാസം അനുസരിച്ച് മൂലമന്ത്രങ്ങൾക്ക് നേരിയ വ്യത്യാസം വരും. വിഷ്ണു ക്ഷേത്രത്തിൽ 4 പ്രദക്ഷിണമാണ് നമ്മൾ ചെയ്യേണ്ടത്. കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ 4 പ്രദക്ഷിണമാണ്. കൃഷ്ണസ്വാമിയുടെ മൂലമന്ത്രം എന്താ? ഓം ശ്രീ കൃഷ്ണായ നമ എന്നീ മൂലമന്ത്രങ്ങൾ ജപിക്കണം. നാരായണ കവചം പ്രത്യേകം നിഷ്ഠയോടുകൂടി, അത് എത്ര എണ്ണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓം വിഷ്ണുവേ നമ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ. ഈ കവചം നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ ശരീരത്തിനിട്ടാൽ, നമ്മുടെ ജീവിതത്തിനിട്ടാൽ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. അംബരീഷ് രക്ഷപ്പെട്ടതുപോലെ ആരുടെ ശാപത്തിൽ നിന്ന്? ദുർവാസാവിൻ്റെ ശാപത്തിൽ നിന്ന് അംബരീഷ് വളരെ കൃത്യം. ആരാ രക്ഷിച്ചത്? ഭഗവാൻ രക്ഷിച്ചതാണ്. അപ്പോൾ ആ അംബരീഷ് രക്ഷപ്പെട്ടതുപോലെ നമ്മുടെ ജീവിതത്തിലും നാരായണ കവചം കൊണ്ട്, വിഷ്ണുവേ നമ എന്ന മന്ത്രം കൊണ്ട്, ഓം ശ്രീ ജനാർദ്ദനായ പരബ്രഹ്മണേ നമ എന്ന മന്ത്രം കൊണ്ട്, ഓം കൃഷ്ണായ നമ എന്ന മന്ത്രം കൊണ്ട് നമ്മുടെ മനസ്സിനും ജീവിതത്തിനും ഒക്കെ ആനന്ദവും മോക്ഷവും അതുപോലെ തന്നെ എല്ലാ ചൈതന്യവും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ എൻ്റെ ബഹുമാന്യരായ ഭക്തജനങ്ങൾക്ക് ഒരു സംശയവും വേണ്ട. ആ ക്ഷേത്രത്തിൽ ചെല്ലുമ്പം 4 പ്രദക്ഷിണം ചെയ്യണം. ഒപ്പം വിഷ്ണു സഹസ്രനാമം ജപിച്ച് ശീലിക്കണം. സ്വച്ഛന്ദമൃത്യുവായ ഭീഷ്മാചാര്യർ ഭഗവാനെ തൻ്റെ സാന്നിധ്യത്തിൽ കൊണ്ടുവന്ന് അവസാനത്തെ ശ്വാസം വലിക്കാൻ കിടന്നപ്പോൾ ഉരുവിട്ട മന്ത്രമാണ് വിഷ്ണു സഹസ്രനാമമെന്ന് നമ്മളൊന്ന് തിരിച്ചറിയണം. ആ വിഷ്ണു സഹസ്രനാമം കൃത്യതയോടെ ഇന്നും രാവിലെയും വൈകിട്ടും ജപിക്കുന്ന എത്രയോ ഭക്തജനങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട്. വിഷ്ണു ഭഗവാന്റെ മുമ്പിൽ ക്ഷേത്രത്തിൽ പോകുമ്പോൾ
വിഷ്ണു സഹസ്രനാമത്തിൻ്റെ പുസ്തകവും എടുത്തുകൊണ്ടുപോയി അവിടെ ഇരുന്ന് ജപിക്കുന്നവരുണ്ട്. കൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോകുമ്പം അവിടെ ജ്ഞാനപ്പാന കൊണ്ടുപോയി ജപിക്കുന്നവരുണ്ട്. നാരായണൻ്റെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെ നാരായണീയം കൊണ്ടുവന്ന് ജപിക്കുന്നവരുണ്ട്. അതുപോലെ ഭാഗവതം നിഷ്ഠയോടെ ജപിക്കുന്നവരുണ്ട്. അതെല്ലാം വെവ്വേറെ ഭാഗങ്ങളായിട്ട് ഭാഗവതത്തെക്കുറിച്ചും ഭഗവത്ഗീതയെക്കുറിച്ച് ഞാൻ പറയും. അതുകൊണ്ട് അതിനെ വിശേഷിപ്പിച്ച് പറയുന്നില്ല. വിഷ്ണു എന്ന ഊർജത്തിനെ, നാരായണൻ എന്ന ഊർജത്തിനെ, നാരായണൻ എന്ന സർവജീവിത പ്രതിഭാസത്തിനെ, അനുഗ്രഹത്തിനെ നമ്മൾ ഉപാസിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയുള്ള മൂലമന്ത്രങ്ങൾ ഉപാസിച്ചുകൊണ്ട്, ആ നാരായണ കവചം ഉപാസിച്ചുകൊണ്ട് എല്ലാവരും ഭഗവാനിലേക്ക് സഞ്ചരിച്ച് സർവമോക്ഷപ്രാപ്തിയായി ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാതെ മനസ്സും ശരീരവും ജീവിതവും ശാന്തമാക്കി സൂക്ഷിക്കുവാൻ എല്ലാ തരത്തിലുള്ള സഹായവും അനുഗ്രഹവും ഭഗവാനിൽ നിന്ന്, വിഷ്ണു ഭഗവാനിൽ നിന്ന് ഉണ്ടാകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഇന്നത്തെ ഈ സംഭാഷണം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.